മാന്തി 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 ഇങ്ങനെ പോകുന്നുണ്ട്. എന്തിനാണ് ഉദ്ദേശം എന്ന് മനസ്സിലാവണില്ല. കിടക്കാനാണോ? ചിലപ്പോൾ എനിക്ക് തോന്നുന്നു കിടക്കാനായിരിക്കും. ചൂടിന് ഒരാക്കം കിട്ടാൻ വേണ്ടി ഇത് ചെയ്യണമാവും. എന്താടി പരിപാടി? എന്താ പരിപാടി അവിടെ? എന്താടാ പരിപാടി? ഓഫ്, തലയും കൊണ്ട് മാന്തുന്നു, കാലുകൊണ്ട് മാന്തുന്നു, കൈ കൊണ്ട് മാന്തുന്നു. മനുഷ്യന്മാർ ചെയ്യണ കാര്യമുണ്ട് കേട്ടോ. ഓക്കെ ആയോ? റെഡിയാണോ? അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടോ? എന്തപ്പോൾ എൻ്റെ ആവശ്യമോ? എന്താ അവിടെ? മാന്തി മാന്തി പിന്നെ അത് പൊളിഞ്ഞാടിയല്ലോടാ. അവിടെ കുഴി കുത്തിയേ അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിപ്പോട്ടോ. തല ഉള്ളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് കാര്യം എന്നുള്ളത് ഓനെ അറിയുള്ളൂ. ഇപ്പോൾ ഞങ്ങൾ തല അത്രയും ഭാഗം ഉള്ളിലേക്ക് പോയി. എനിക്ക് തോന്നുന്നൊരു ഗുഹ പോലെ ഉണ്ടാക്കണ്ട അവിടെ. സംഭവം എന്തായാലും ഭയങ്കര സെറ്റപ്പ് ആയിരിക്കും. നമ്മൾ വെറുതെ ഇരുന്നപ്പോൾ കണ്ട പരിപാടിയാണ്. അതായത് ഞാൻ ഈ നായ ഇങ്ങനെ മാന്തരം മാത്രമാണ് ആദ്യം കണ്ടത്. ഇപ്പോൾ അത് ഗ്രാൻഡായിട്ട് നല്ല നല്ല പണിപ്പുരയിലാണ്. എന്താണ് ഇപ്പോൾ കുഴിച്ചു കേട്ടോ. ശരിക്കും എൻ്റെ തല മൊത്തം ഉള്ളിലേക്ക് പോകാനുള്ള ഇതായി ഏകദേശം. അപ്പോൾ എന്തോ ആലോചിച്ച് നിൽക്കുകയാണ്. അടിപൊളി കേട്ടോ. ഒരു ഗുഹ തന്നെ ഉണ്ടാക്കി അവിടെ. എടാ പൊട്ടിച്ചാടൂടാ. അത് കണ്ടെങ്കിൽ ആ മണ്ണ് അങ്ങോട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ആദ്യം അവിടുന്ന് മാന്തി കളയുക. അതിന് ശേഷം മറ്റേ ഇവിടുത്തെ മണ്ണ് അത് പൊട്ടിച്ചാട് നോക്കടി, മണത്ത് നോക്കണേ. എന്തായാലും സംഭവം സെറ്റാട്ടോ. ഇനി അത് ഓളെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിലത്തെ കാഴ്ച കാണിച്ചു തരാം. ഇപ്പോൾ ഓളെ ഏകദേശം ഓളെ തലഭാഗം മൊത്തം അതിൻ്റെ ഉള്ളിലേക്ക് പോകാനുള്ളതായി. ഓളല്ല, എപ്പോഴും ഞാൻ ഓള് പറയണത് തരാം. നമ്മൾ ലിയോനെ പറ്റി പറഞ്ഞ് ഇപ്പോൾ ആരെ കണ്ടാലും ഓളാണ്. എടാ തുരന്ന് അതിൻ്റെ ഉള്ളിലേക്ക് എത്തി. വായ ഉണ്ട് നിങ്ങൾ തുറന്നു പിടിച്ചിങ്ങനെ. മാന്തുമ്പോൾ ശ്വാസം കിട്ടില്ല എന്നുണ്ട്. അതാണ് കുഴങ്ങിക്കിനിപ്പോൾ. എടാ പൊട്ടിച്ചാടും. അത് പൊട്ടിച്ചാടിയ വലിയ രസം ഉണ്ടാവില്ല. ഇതുവരെ ഈ പണിയെടുത്തൊക്കെ വെറുതെ ആവും. അതിൻ്റെ ഉള്ളിലേക്ക് എത്തിയിട്ടോ. നല്ലോണം താഴ്ചെത്തിയേ. അതായത് ആ ഭാഗത്ത് വരുന്ന ബാക്കിലേക്കുള്ള മണ്ണ് തട്ടിക്കളയാണ്. ഇല്ലെങ്കിൽ അത് അവിടുന്ന് അങ്ങോട്ട് തന്നെ ഒഴിഞ്ഞ് ചാടുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട് അതിന്. മിക്കവാറും ഇപ്പോൾ അത് പൊളിഞ്ഞിടും. അതാണ് രസം. ഞങ്ങൾ തണുപ്പ് എവിടെ കിട്ടണമെന്ന് നോക്കി പോവാണ്. ഇപ്പോൾ ഈ കുഴി കുത്തിയൊക്കെ വെറുതെ ആയി. അപ്പോൾ അവിടെ തന്നെ അടങ്ങി ഒഴിഞ്ഞിരിക്കുന്നു. എടാ എന്താ പ്രശ്നം? എന്താ കാര്യം? ഇവിടെ നമ്മളെ കുറച്ച് ചോറ് ഇവിടെ കൊണ്ടുവന്ന് കൊടുത്തിരുന്നു. അത് അവിടെ മൊത്തം കഴിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കണ്ടെങ്കിൽ അതിൻ്റെ തലേൻ്റെ ഭാഗം വരെ തലഭാഗം മൊത്തം അതിൻ്റെ ഉള്ളിലേക്ക് പോയി. കുഴഞ്ഞടാ അമ്മ. പൊട്ടിച്ചടി ഇല്ല. നമുക്കുള്ള പോലെ തന്നെ ഭയങ്കര ചൂട് അവർക്കുണ്ട് കേട്ടോ. ഇതാണെങ്കിൽ ഇതൊരു മുളങ്കാടാണ്. ആനയൊക്കെ ഇറങ്ങുന്ന ഭാഗമാണിത്. ഇതിലിപ്പോൾ ആനേൻ്റെ വരുന്ന വഴി നിങ്ങൾക്കിപ്പോൾ ഇങ്ങനെ കാണിച്ചു തരാം. ആനപ്പിണ്ടുണ്ടെങ്കിൽ കാണിച്ചു തരുന്നു. ഇവിടെ പരിപാടി ഉണ്ട്. ഇത് കൂടെയുള്ള സ്ഥലങ്ങൾ ഞാൻ കാണിച്ചു തരാം. അതാ പൊട്ടിച്ചാടി. ഇത് നാറാണത്ത് പ്രാന്തൻ്റെ പരിപാടിയല്ലടാ. ഒരു സൈഡ് ഉണ്ടാക്കും, ഒരു സൈഡ് പൊട്ടിച്ചാടും. ഒരു കാര്യം ചെയ്യും, അവിടെ തേച്ച് വെച്ചോ. ചുമര് തേക്ക്. ഇപ്പോൾ ഇവിടെ പൊട്ടും. സംഭവം ചെയ്യണ നല്ല അടിപൊളി കണ്ടങ്ങൾ. ആഹാ, അതിൽ കൊണ്ടു തല പുറത്തേക്ക് എടുക്കണുണ്ടോ?
കുഴഞ്ഞിടുക അതിൽ. പൊട്ടിച്ചാടും പൊട്ടിച്ചാടും പൊട്ടിച്ചാടും. അയ്യേ, ഇത്ര നേരം പണിയെടുത്ത വെറുതെയല്ലേ. പൊട്ടിക്കല്ലേ, മേലെ പൊട്ടിക്കല്ലേ. ഈ അതിൻ്റെ ഉള്ളിലേക്ക് പോകാനാണ് ഉദ്ദേശം എന്നുണ്ടെങ്കിൽ പൊട്ടിക്കല്ലേ, മര്യാദയ്ക്ക് ചെയ്യേ. തല പൊന്തിക്കരുതേ, തല പൊന്തിക്കല്ലേ. പൊന്തി എന്താ പറയുക, ഈ ഭാഗത്തു നിന്ന് വെയിൽ വരുന്നുണ്ടെന്ന് അതിന് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ ഭാഗത്തേക്ക് ഇല്ലാത്ത രീതിയിൽ ചെയ്യുന്നത്. എന്താണ് കണ്ടോ, ഒരു സൈഡ് തുറന്നു, അടുത്ത സൈഡിന് മാന്താൻ തുടങ്ങി. പൊട്ടം. ഇവിടെ എന്ത് പണിയടാ കാട്ടണം. ഇതുവരെ ജിപ്പുറത്ത് കുഴി കുത്തിയല്ലേ. ഇതിപ്പോൾ എന്താ പറയുക, ഈ സൈഡ് ചാടി പൊട്ടി. ഇപ്പോൾ പൊട്ടും അത്, ഇപ്പോൾ പൊട്ടും അത്. എൻ്റെ പൊട്ടപ്പണി എടുക്കല്ലേ ചങ്ങായിയെ. ഇങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് നോക്ക്. ഈ ഇവിടെയല്ലേ ഓൾറെഡി മാന്തിയത്. ഡേ, എന്ത് ഈ പറഞ്ഞ മനസ്സിലാവത്ത്. ഇവിടെ ഒരു ആൾക്കാർ പറഞ്ഞിട്ട് മനസ്സിലാക്ക്. ഇങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് നോക്ക്. അത് ഇനി അതേ കുഴി തന്നെ മൂടുക കേട്ടോ. ഇപ്പുറത്ത് ഒരു മട പോലെ ആക്കിയിട്ടുണ്ട് കേട്ടോ. നല്ലോണം കുഴിയാക്കിയിട്ടുണ്ട്. മതിക്കോ ചെല്ലേ. എന്തൊക്കെ കാട്ടണേ, ഞാൻ ഒന്നും ചെയ്യൊന്നുമില്ല. അവിടെ തന്നെ ഇരുന്നോ കേട്ടോ. ആ കുഴി അവിടെ ശരിയാക്ക്. ആ കുഴിയിലല്ലേ കിടക്കണേ ചി. എൻ്റെ കുഴിയാ. ഞാനങ്ങോട്ട് ചെല്ലണേ, എന്നെ നോക്കി പഠിപ്പിക്കും. നോക്കി അതിൽ കിടന്നോ കേട്ടോ. സൂപ്പർ ആയിരിക്കണം കേട്ടോ. എൻ്റെ കുഴി അടിപൊളി ആയിരിക്കണം കേട്ടോ. കേട്ടോ, സൂപ്പർ ആയിരിക്കണം. എന്നെ കാണാൻ രസമുണ്ട് കേട്ടാ. എന്തായാലും സമാധാനത്തിൽ കിടക്കുന്നുണ്ട് അല്ലേ. ഈ ഓക്കെ അല്ലേ. ഞാൻ നിർത്തുക കേട്ടോ. ടാറ്റാ, ഞാൻ പോട്ടോ. ഇതാണ് ഈ കാട്ടിലുള്ള ഒരു പട്ടിക്കുട്ടിയാണ്. ഒരു വീടുണ്ടെങ്കിൽ ഇതിവിടെ ഉള്ള മറ്റേ കുറേ ആളുകൾക്കുള്ള വീടുകളാണ്. ഒരുപാട് വീടുണ്ട് കേട്ടോ ഇവിടെ. നല്ല ഭംഗിയായിട്ടുള്ള ഏരിയയാണ്, കാണാൻ നല്ല അടിപൊളിയായിട്ടുള്ള പ്രകൃതി രമണീയമായ സ്ഥലം എന്നൊക്കെ പറയില്ലേ. ഇതിൻ്റെ അടുത്തൊരു പുഴ ഉണ്ട് കേട്ടോ. ഈ ഒരു ഭാഗത്തൊരു പുഴ ഉണ്ട്. അതിൻ്റെ കാഴ്ച ഞാൻ കുറച്ച് കണ്ട് കാണിച്ചു തരാം. ഓക്കെ അല്ലടാ, ടാറ്റാ. ഇത് കൂടെയൊക്കെ ആന ഇറങ്ങി വരും കേട്ടോ. ഇത് ഈ ഓടയൊക്കെ കണ്ടാൽ മനസ്സിലാവും. ഓടയൊക്കെ അടിച്ച് പൊട്ടിച്ച് അതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ ആന ഇറങ്ങി വരും. ഇത് മൊത്തം അങ്ങോട്ട്, ഈ ഒരു ഭാഗത്തേക്ക് അങ്ങോട്ട് മൊത്തം കാടാണ്. ഓക്കെ അല്ലടാ, പൊട്ടിച്ചാടി. ഓക്കെ, ബൈ ബൈ.